നമസ്കാരം. ക്വസ്റ്റ്യൻ ഫോറത്തിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഓണമൊക്കെ ആഘോഷിച്ച് മലയാളികളെല്ലാവരും ഒരു ആഘോഷത്തിൻ്റെ മൂഡിലായിരുന്നു ഇത്രയും കാലം. ഇന്ന് നമുക്കൊരു രാഷ്ട്രീയ അതിഥിയാണുള്ളത്. കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ മുഖവരാവശ്യമില്ലാത്ത ഒരു നേതാവ് ശ്രീ PV അൻവറാണ് എന്നോടൊപ്പം ഉള്ളത്. നമസ്കാരം സാർ. ഇപ്പോൾ ഒരു കൊൽക്കത്ത യാത്രയൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നതെന്ന് കേട്ടു. വയനാട്ടിൽ എന്തൊക്കെയോ പ്രത്യേക പരിപാടികളൊക്കെ ആയിട്ട് വയനാട്ടിൽ ഇന്ന് 2-3 പരിപാടികളിൽ പങ്കെടുക്കാനായിട്ടാണ് വന്നത്. നമ്മളെ കൊൽക്കത്ത യാത്രയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും കേരള രാഷ്ട്രീയവും ഈ ദേശീയ രാഷ്ട്രീയമൊക്കെ ആയിട്ട് ചർച്ച ചെയ്തിട്ടായിരിക്കും സാർ വന്നിട്ടുണ്ടാവുക. പക്ഷേ നമ്മൾ വയനാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു പ്രാദേശിക ചാനൽ എന്ന നിലയിൽ അങ്ങ് ഉയർത്തുന്ന കുറേ വിഷയങ്ങൾ, ഇവിടുത്തെ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന കുറേ വിഷയങ്ങളുണ്ട്. അതിൽ നിങ്ങളുടെ പാർട്ടിൻ്റെ ഒരു നിലപാടെന്താണ്, അങ്ങയുടെ നേതൃത്വം എന്താണ് എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് ഈ വന്യമൃഗശല്യം, ആളുകളുടെ കാർഷിക മേഖലയിലെ പ്രതിസന്ധി, ജീവിക്കാൻ ഒരു പെടാപ്പാട് വിടുന്നൊരു ജനതയാണ് അങ്ങയുടെ മുമ്പിലുള്ള അല്ലെങ്കിൽ അങ്ങയുടെ ഒപ്പമുള്ള പാർട്ടി പ്രവർത്തകരടക്കമുള്ള ആളുകൾ. എന്താണ് അങ്ങയുടെ പാർട്ടി മുന്നോട്ട് വയ്ക്കുന്ന ചില ആശയങ്ങൾ എന്താണ് ഇക്കാര്യത്തിൽ? ഇല്ല, ഇതിൽ വയനാടിനെ സംബന്ധിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ വയനാടിൻ്റെ ഒരു ഭാഗം, വയനാടിൻ്റെ നേരെ താഴെയാണ് ഞാനും അധിവസിക്കുന്നത്, നിലമ്പൂർ എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് ചൂരൽമല വിഷയവുമായി ബന്ധപ്പെട്ട് ദുരന്തം ഉണ്ടായതിന് ശേഷം മരണപ്പെട്ടവരെ ഭൂരിഭാഗം റിക്കവർ ചെയ്ത് നിലമ്പൂരിൽ വെച്ചിട്ടാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നാണ്, ഒരു മലയുടെ അപ്പുറത്തും ഇപ്പുറത്തും താമസിക്കുന്നതേ ഉള്ളൂ. സ്വാഭാവികമായിട്ടും നിലമ്പൂരിലെ ജനങ്ങൾ, മലയോര ജനത അനുഭവിക്കുന്ന അതേ വിഷയങ്ങൾ അതിലേറെ ഗൗരവമായിട്ട് അനുഭവിക്കുന്ന ജനതയാണ് വയനാട്ടിലുള്ളത്. ഇപ്പോൾ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ കാർഷിക മേഖല, നമ്മുടെ ഒരു അടിസ്ഥാനം കൃഷിയാണല്ലോ. കൃഷി എന്ന് പറയുന്ന 2 അക്ഷരത്തിനപ്പുറം മനുഷ്യർക്ക് കൃഷി കൊണ്ട് ജീവിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് പോയി. 10 സെൻറ്റ് ഉണ്ടായിരുന്ന ഒരു വ്യക്തി പണ്ട് റേഷൻ ഷോപ്പിൽ നിന്ന് അരിയും പഞ്ചസാരയും മണ്ണെണ്ണ കിട്ടുകയാണെങ്കിൽ അദ്ദേഹത്തിന് ആ കുടുംബത്തിന് ആവശ്യമായ പച്ചക്കറിയും പച്ചമുളകും കപ്പയും ചേനയും വാഴയും ഒക്കെ കൃഷി ചെയ്തിട്ട് അവർക്ക് പട്ടിണി കിടക്കാതെ ജീവിച്ചു പോകാൻ പറ്റുമായിരുന്നു. ഇന്ന് 10 സെൻറ്റ് ഉള്ളവനും 10 ഏക്കർ ഭൂമിയുള്ളവനെയും സംബന്ധിച്ച് 1 രൂപയുടെ കൃഷി സ്വന്തം പറമ്പിൽ കൃഷി ചെയ്ത് സ്വന്തമായി വിളയെടുക്കാനോ അല്ലെങ്കിൽ അത് വിറ്റുകൊണ്ടൊരു വരുമാനം ഉണ്ടാക്കാൻ സാധിക്കില്ല. പ്രധാന കാരണം വന്യമൃഗമാണ്. കാരണം എല്ലാ മേഖലയും, കാർഷിക മേഖലയെ തകർത്ത് കളഞ്ഞത്, വിലയുടെ പ്രശ്നം, മാർക്കറ്റിൻ്റെ പ്രശ്നങ്ങളൊക്കെ അത് വേറെയാണ്. അതിനൊക്കെ അതിജീവിച്ച് പോയിരുന്നവർ കൃഷി ഉണ്ടാക്കാനോ ഉൽപ്പാദിപ്പിക്കാനോ കഴിയാത്തൊരവസ്ഥ വന്നു. ഇതിൻ്റെ ഉത്തരവാദി ആരാണ്? ഇത് തൊട്ടടുത്താണുള്ള കർണാടക. ബത്തേരി കഴിഞ്ഞാൽ കർണാടകയാണ്. നിങ്ങൾക്ക് തന്നെ അറിയാം, ഇവിടുന്ന് 1000 കർഷകർ കർണാടകയിലേക്ക് ഇവിടുന്ന് പലായനം കുടിയേറ്റം നടത്തി അവിടെ കൃഷി ചെയ്ത് ജീവിക്കുകയാണ്. അവിടെ സർക്കാർ അതിനാവശ്യമായ വെള്ളവും ഇലക്ട്രിസിറ്റിയും ഫെൻസിങ്ങും എല്ലാം കൊടുത്ത് കർഷകരെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ഇവിടെ ഒരു തരത്തിൽ പറഞ്ഞാൽ നിർബന്ധിത കുടിയിറക്കിന് വഴിയൊരുക്കുകയാണ് കേരളത്തിലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. ഞാൻ പലപ്പോഴും ഉയർത്തിയിട്ടുള്ള ഈ വിഷയം ഇതിനു മുമ്പ് ഇങ്ങനെ പലതവണ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതിനെതിരെ ഇപ്പം എന്താണ് നമ്മളുടെ ഏറ്റവും പുതിയൊരു മുന്നേറ്റം? ഇനി എന്താണ് നടക്കാൻ പോകുന്നത്? അല്ല, ഇതിൽ മുന്നേറ്റം എന്ന് പറയുന്നത് ഈ സത്യത്തിൽ മാധവ് ഗാഡ്ഗിൽ കമ്മീഷൻ റിപ്പോർട്ട് വരുന്ന സമയത്ത് തന്നെ അതിനെതിർത്തൊരു വ്യക്തിയാണ് ഞാൻ. കേരളം, തമിഴ്നാട്, കർണാടകയിലെ കർഷകരെ കൂട്ടിച്ചേർത്ത് പശ്ചിമഘട്ട ജനരക്ഷാ സമിതി എന്ന് പറഞ്ഞ് പീപ്പിൾസ് പ്രൊട്ടക്ഷൻ ഫോറം, വെസ്റ്റേൺ ഗേൾസ് പീപ്പിൾസ് പ്രൊട്ടക്ഷൻ ഫോറം എന്ന് പറഞ്ഞ് ഒരു ഫോറം ഉണ്ടാക്കി അതിൻ്റെ ചെയർമാൻ എന്ന നിലക്ക് അന്ന് സുപ്രീം കോടതിയിൽ ഇതിനെതിരെ കേസ് ഫയൽ ചെയ്തിട്ടുള്ള വ്യക്തി കൂടിയാണ് ഞാൻ. നമ്മളിപ്പോൾ ഇന്നും ഇന്നലെയും പറയാൻ തുടങ്ങിയതല്ല. മാധവ് ഗാഡ്ഗിൽ കമ്മീഷൻ റിപ്പോർട്ട് വന്ന് അത് നടപ്പിലാക്കാൻ പരിശ്രമിക്കുന്നു തന്നെ. ഇതിൻ്റെ എന്തായിരിക്കുമെന്ന് നമ്മളന്ന് പറഞ്ഞതാണ്. കേരളം തുറന്നിട്ട വന്യമൃഗശാലയാകുമെന്ന് പറഞ്ഞതാണ്. ഇപ്പം അതായി. ഈ പറയുന്ന ബത്തേരി, കൽപ്പറ്റ ടൗണിൽ പോലും ആനയും പുലിയാണ്. നാടാകെയാണ് ഇപ്പോൾ അതാ നഗരങ്ങളിലെത്തിയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന് നിയന്ത്രണം ഏർപ്പെടുത്തേണ്ട ഗവൺമെൻറ് അത് നിയന്ത്രണം ഏർപ്പെടുത്തുന്നില്ല. സംസ്ഥാന ഗവൺമെൻറ് പരിപൂർണമായും കൈയൊഴുകയാണ്. നമുക്കറിയാം, 1972 വന്യജീവി സംരക്ഷണ നിയമം വരുന്നത്. ആ നിയമം ഉണ്ടാക്കുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും വന്യജീവികളുടെ ആക്രമണവും ഈ തരത്തിലുള്ള അതിക്രമവും ഒക്കെ ഈ സമിതി പരിഗണിച്ചിട്ടുണ്ട്. അതിൽ ഇത്തരത്തിലുള്ള ആക്രമണം നടത്തുന്ന മനുഷ്യനെ ആക്രമിക്കാൻ പരിശ്രമിക്കുകയോ ചെയ്യുന്ന വന്യജീവികളെ വെടിവെച്ച് കൊല്ലാനുള്ള അധികാരം അതിലെ 11(1)A സെക്ഷൻ അനുവദിക്കുന്നുണ്ട്. ചീഫ് വൈൽഡ് ലൈഫിനെ ഉത്തരവിടാം. ഇവിടെ അത് ഉപയോഗിക്കുന്നില്ല. തന്നെ പറയുമ്പോഴൊക്കെ ഇപ്പോൾ സംസ്ഥാന സർക്കാർ പറയുന്നത് അത് കേന്ദ്ര പരിഗണനയിൽ ഉള്ളതാണ്, കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ടതാണ് വനം, അതുകൊണ്ടൊക്കെയാണ് പ്രായോഗിക ബുദ്ധിമുട്ടെന്നൊക്കെ പറയുന്നു. അങ്ങയുടെയൊക്കെ നേതൃത്വത്തിൽ ഇപ്പം ഈ ദേശീയ രാഷ്ട്രീയത്തിലൊക്കെ ഇടപെടാൻ ഒരവസരം കിട്ടിയ സ്ഥിതിക്ക് ഈ കാര്യങ്ങളൊക്കെ MP-മാരുടെയൊക്കെ തീർച്ചയായിട്ടും ഇപ്പോൾ അതിൻ്റെ ഒരു ഡ്രാഫ്റ്റ് ഈ 1972 അനിമൽ പ്രൊട്ടക്ഷൻ ആക്ടിൽ തിരുത്തലുകൾ വേണമെന്ന് പറഞ്ഞുകൊണ്ട് പാർലമെൻറ്റിൽ ആ വിഷയം നമ്മൾ ഉന്നയിക്കാൻ പോവുകയാണ്.
ഇപ്പോൾ ഈ പോയിരുന്ന ചർച്ചയിൽ പ്രധാന വിഷയം അതായിരുന്നു. ഇപ്പോൾ കേരളത്തിലെ കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ടുണ്ടായിട്ടുള്ള വന്യമൃഗ ആക്രമണവും അതിലുണ്ടായ മരണവും അതിൻ്റെ സാമ്പത്തിക നഷ്ടവും കാർഷിക നഷ്ടവും അതിലേക്ക് എല്ലാ ഡാറ്റാസും നമ്മൾ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും സെൻട്രൽ ഗവൺമെൻറ്റിനെ ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഇതിലൊരു മാറ്റം വരുത്തണം. ഇപ്പോൾ നമ്മൾ ലോകരാജ്യങ്ങളെടുത്ത് പരിശോധിച്ചാൽ യൂറോപ്പ് ആയാലും അമേരിക്ക ആയാലും കാനഡ ആയാലും ഓസ്ട്രേലിയ ആയാലും അവിടെയൊക്കെ വന്യമൃഗങ്ങളുണ്ട്. പക്ഷേ അതിനൊക്കെ ഓരോ വർഷവും ഇവരുടെ എണ്ണം കണക്കാക്കിയിട്ട് അവിടെ എണ്ണത്തിലധികം വരുന്നവനെ പിടിച്ച് പുറത്താക്കാനോ അല്ലെങ്കിൽ അതിനെ കൊന്നുകളയാനുള്ള നിയമങ്ങളുണ്ട്. അത് കൃത്യമായി നടപ്പിലാക്കുന്നുണ്ട്. അപ്പോൾ വനവ്യാപ്തി ഇവിടെ വർദ്ധിച്ചുകൊണ്ടിരിക്കുക, നാട് വനമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഇത്രയും മോശപ്പെട്ടൊരു കാലഘട്ടം കഴിഞ്ഞ 9 വർഷം ഇടതുപക്ഷം ഭരിച്ചപ്പോഴാണ്. ഇനി ഒരു അതിജീവനം എങ്ങനെയായിരിക്കും എന്നാണ് അങ്ങയുടെ ഒരു വിലയിരുത്തൽ? അല്ല, കാടിനെയും നാടിനെയും വേർതിരിക്കണം. അതിനുള്ള മാർഗം ഫെൻസിങ് മാത്രമാണ്. ഇവിടെ കാട് നാട്ടിലേക്ക് ഇറങ്ങുകയാണ്. എല്ലാ രാജ്യത്തും ഉണ്ടായിരുന്ന പ്രശ്നം, സംസ്ഥാനത്തും ഉണ്ടായിരുന്ന പ്രശ്നം മനുഷ്യർ വനം കയ്യേറുന്നതാണ്. വനം നാടിനെ കയ്യേറുന്ന വല്ലാത്തൊരു പ്രതിഭാസം ഇവിടെ നടക്കുന്നത്. അപ്പോൾ അവിടെ സർക്കാർ നോക്കുകുത്തിയാണ്. കൃത്യമായ ഫെൻസിങ്. നമ്മുടെ കേരളത്തിൻ്റെ വനാതിർത്തിയുടെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 550 കിലോമീറ്ററാണ്. ഈ 550 കിലോമീറ്ററിൽ ഒരു 1000 കിലോമീറ്റർ, കാരണം ഇത് സ്ട്രെയിറ്റ് അല്ലല്ലോ, സിഗ്സാഗായി പോകുന്നുണ്ട്. ഒരു 1000 കിലോമീറ്റർ കൃത്യമായ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫെൻസിങ് നടത്തിയാൽ ഈ മൃഗങ്ങളെ കാടിൻ്റെ ഉള്ളിലേക്ക് ആക്കാൻ സാധിക്കും. ഇപ്പോൾ നമ്മളൊന്ന് നോക്കൂ, ഫെൻസിങ് വിജയകരമല്ല എന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നത് തെറ്റാണ്. കാരണം തൃശ്ശൂർ ജില്ലയിലും തിരുവനന്തപുരം ജില്ലയിലും ടൗണിൻ്റെ അകത്ത് തന്നെയാണല്ലോ ഈ കാട്ടിയും കടുവയും ആനയും പുലിയൊക്കെ ഉള്ളത്. അവിടുത്തെ ഈ 2 സൂല് ഇതുണ്ടല്ലോ, എന്താ പുറത്തു വരാത്തത്? കൃത്യമായ ഫെൻസിങ് ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ഫെൻസിങ് ഇതിന് പരിഹാരമാണ്. ആ രീതിയിലുള്ള ഫെൻസിങ് ശാസ്ത്രീയമായത് വേണം. അത് 3000 കോടി, 1 കിലോമീറ്റർ 3 കോടി രൂപ ആവറേജ് വരും ഇതിന്, ഈ പറയുന്ന രീതിയിലുള്ള ഫെൻസിങ് നടത്തുന്നത്. അപ്പോൾ 1000 കിലോമീറ്ററായി ബൗണ്ടറി നമ്മൾ കണക്കാക്കിയാൽ 3000 കോടി രൂപ സർക്കാർ മാറ്റിവെച്ചാൽ മതി, പരിഹാരമാകും. ഈ ജനങ്ങൾക്ക് ജീവിക്കാം. ഇപ്പോൾ വയനാടിൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ ഈ വന്യമൃഗശല്യം അങ്ങ് തൃണമൂൽ കോൺഗ്രസിൻ്റെ പാർട്ടി വ്യാപനവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ പ്രശ്നമല്ല ഇപ്പോൾ ആലപ്പുഴയിൽ പോയ അവിടുത്തെ തീരദേശ ആളുകൾക്കുള്ളത്, തിരുവനന്തപുരത്ത് പോയ വേറെ വിഷയങ്ങൾ. അപ്പോൾ പാർട്ടി മുഖ്യ അജണ്ടയായിട്ട് സംസ്ഥാനത്തുടനീളം എന്താണ് മുഖ്യ അജണ്ടയായിട്ട്? ഇത് തന്നെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്, ഇനി എടുത്തുകൊണ്ട് ഇരിക്കുന്നു. കാരണം കേരളത്തിലെ 1000-ഓളം പഞ്ചായത്തുള്ള കേരളത്തിലെ 489 പഞ്ചായത്ത് വനാതിർത്തി പങ്കിടുന്നുണ്ട്. 1.5 കോടി ജനങ്ങളെ ഡയറക്റ്റായിട്ട് ഇത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. 50 ലക്ഷത്തോളം ജനങ്ങളെ ഭാഗികമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു വലിയ വിഷയം തന്നെയാണ്. മറ്റ് മാനുഷിക പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും നമ്മൾ വന്യമൃഗ പ്രശ്നം തന്നെയാണ് അല്ല പ്രധാന വിഷയമായിട്ട് എടുക്കുന്നുണ്ട്. വയനാടിൻ്റെ വിഷയത്തിൽ ഇന്ന് ഈ ദിവസം ഇപ്പോൾ നമ്മളൊരു സെമിനാർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ എല്ലാ സാമൂഹിക സംഘടനകളെയും ഞാൻ ആ സെമിനാറിന് വേണ്ടിയിട്ടാണ് വന്നിട്ട് പങ്കെടുപ്പിച്ചുകൊണ്ട് വയനാടിനെ സംബന്ധിച്ചിട്ട് എന്താണ്, വയനാടിൻ്റെ അതിജീവനമാണ് പ്രശ്നം. ഞങ്ങളിപ്പോൾ കോഴിക്കോടും മലപ്പുറത്തൊക്കെ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന, കണ്ണൂരിലെല്ലാം പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന മലബാറിൻ്റെ പിന്നോക്കാവസ്ഥയും ജനസംഖ്യാ വർദ്ധവിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലകൾ വിഭജിക്കണമെന്ന അതേ മലബാറിൽ ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്ന മറ്റൊരു ജില്ലയാണ് വയനാട്. ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് ഒന്ന് ഈ പറയുന്ന നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രകൃതി ദുരന്തങ്ങളും ഈ വന്യമൃഗശല്യവും തന്നെയാണ് ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം ഇവിടെ ആരോഗ്യമാണ്. ഒരു മെഡിക്കൽ കോളേജ് അനുവദിച്ചിട്ട് എന്താണ് മാനന്തവാടി മെഡിക്കൽ കോളേജിൻ്റെ അവസ്ഥ? നമുക്ക് വേണ്ടത് മെഡിക്കൽ കോളേജ് മാത്രമല്ല, നമുക്ക് വേണ്ടത് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലാണ്. ആളുകൾ മുഴുവൻ സംസാരിക്കുന്നത് മെഡിക്കൽ കോളേജ്, അവിടെ വിദ്യാർത്ഥികൾ പഠിച്ചു പോകും, അവിടെ ഒരു പരീക്ഷണശാലയായിട്ട് ഈ പഴയ താലൂക്ക് ആശുപത്രികൾ മാറുകയാണ്. അപ്പോൾ ഇവിടെ മെഡിക്കൽ ഫെസിലിറ്റീസ് വേണം. അതിന് പ്രത്യേക തരത്തിലുള്ള മൾട്ടി സ്പെഷ്യലായിട്ടുള്ള മെഡിക്കൽ കോളേജുകളാണ് സ്ഥാപിക്കേണ്ടത്. അതിനാവശ്യമായ കെട്ടിടം വേണം, അതിനാവശ്യമായ സ്റ്റാഫ് വേണം, അതിനാവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ വേണം. ഇപ്പം നമ്മൾ ഈ വയനാട്ടിലൊരു ആക്സിഡൻ്റ് ഉണ്ടായാൽ അല്ലെങ്കിൽ ഒരു സീരിയസ് കാർഡിയാക്ക് ഇഷ്യൂ ഉണ്ടായാൽ ആ രോഗിനെ രക്ഷപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അവൻ്റെ ആയുസ്സിന് നീളുണ്ടെങ്കിൽ മാത്രമേ നടക്കുള്ളൂ. എങ്ങനെ കോഴിക്കോട് എത്തും? ഈ ചുരം ഇറങ്ങി ചെന്നാലുള്ള ട്രാഫിക് ബ്ലോക്ക് നമുക്കറിയാം, വയനാട്ടിലെ ട്രാഫിക് ബ്ലോക്ക് അറിയാം. അപ്പോൾ എല്ലാം കൊണ്ടും ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു പ്രദേശമായി വയനാട് നിൽക്കുക. ഇപ്പോൾ തുരങ്കപാത വലിയ അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. എന്ത് സംഭവിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഈ ആയിരക്കണക്കിന് കോടികൾ മുടക്കുമ്പോൾ ഈ പടിഞ്ഞാറത്തര പൂഴിത്തോട് റോഡ് അവഗണിക്കപ്പെട്ടിരിക്കും. 90-ൽ പൂർത്തിയാകേണ്ട റോഡാണ്. ജനങ്ങൾ സ്ഥലം വിട്ടുകൊടുത്ത് ആ സ്ഥലം കൂടെ ഫോറസ്റ്റ് കയ്യേറി വെച്ചിരിക്കുന്നു. ഇതൊരു വെള്ളരിക്കാ പട്ടണം പോലെ നിൽക്കുകയാണ്.
ഇവിടെയുണ്ട് 3 MLA മാർ, ഒരു MP ഉണ്ട്, ജില്ലാ പഞ്ചായത്തുണ്ട്, മറ്റു ജില്ലകളിലുള്ള എല്ലാ എന്താ പറയുക ജനകീയ സ്ഥാപനങ്ങളും ജനാധിപത്യ സംവിധാനങ്ങളും ഇവിടെ ഉണ്ടല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് ഈ രീതിയിൽ വയനാട് ആർക്കോ ഒരു താല്പര്യക്കുറവ് ഈ പൂഴിത്തോടിനോട് ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? അല്ല, പൂഴിത്തോടിനോട് മാത്രമല്ല, പൂഴിത്തോടിനോടുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവല്ലേ അത് നടക്കാതിരിക്കുന്നത്. അതും വെസ്റ്റഡ് ഫോറസ്റ്റാണ്, ഈ പറയുന്ന റിസർവ് ഫോറസ്റ്റ് അല്ല. വെസ്റ്റ് സർക്കാർ കൊടുത്തിട്ട് അതിൽ ഫോറസ്റ്റൈസേഷൻ നടന്ന പണ്ടത്തെ റവന്യൂ കാലിയായി കിടന്ന ഭൂമികൾ അത് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ഫോറസ്റ്റിന് വനവൽക്കരണത്തിന് കൊടുക്കുകയാണ്. ആക്ച്വലി അതൊരു പെർമനൻ്റ് അല്ല, അതിൻ്റെ നിയമസാധുത പരിശോധിക്കുകയാണ്. വെസ്റ്റേൺ ഫോറസ്റ്റ് കേരളത്തിൻ്റെ ഫോറസ്റ്റാണ്, അതിലൂടെയാണ് റോഡ് കൊണ്ടുപോകേണ്ടത്. ആ റോഡിന് അവിടുന്ന് എടുക്കുന്ന സ്ഥലത്തിന് പാരലായിട്ട് അതേ ഭൂമി ജനങ്ങൾ ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനു മുമ്പ് അങ്ങ് പറഞ്ഞിരുന്നു കർമ്മസമിതിയൊക്കെ അവിടെയുണ്ട്, അവർ നടത്തുന്ന പോരാട്ടങ്ങൾ പിന്തുണയൊക്കെ കൊടുക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പോഴും അതിനുവേണ്ടി ഇപ്പോഴും അവർ സമരത്തിലാണുള്ളത്. ഈ പൂഴിത്തോട് പടിഞ്ഞാറത്തറ റോഡിന് വേണ്ടി അങ്ങയുടെ ഭാഗത്തുനിന്ന് ഒരു ശ്രമം ഉണ്ടാവുമോ? അല്ല, ആരുടെ ഭാഗത്തുനിന്ന് ശ്രമത്തിൻ്റെ കുറവല്ലല്ലോ. ഇവിടുത്തെ ഭരണാധികാരികൾ നിലപാട് സ്വീകരിക്കാത്തതിനാണ് പ്രശ്നം. കേരളം നേരിടുന്ന വിഷയത്തിൻ്റെ കേരളത്തിലെ ഏകദേശം 10-40% ഫോറസ്റ്റ് തന്നെയാണ്. ഈ വിഷയത്തെ കൃത്യമായി മാനുഷികപരമായിട്ട് മനുഷ്യത്വപരമായിട്ട് സർക്കാർ കൺസിഡർ ചെയ്യാതെ അതിങ്ങനെ പുറംകാല് കൊണ്ട് നീക്കി വെച്ചിട്ട് അത് കേന്ദ്ര ഗവൺമെൻറ്റാണ് എന്ന് പറഞ്ഞ് ഇവിടുത്തെ എന്താ പറയുക സർക്കാരിലെ IFS ഉദ്യോഗസ്ഥന്മാരുടെ തോന്നിവാസത്തിന് ഈ 1.5 കോടി ജനങ്ങളെ വിട്ടുകൊടുത്തിരിക്കുകയാണ്. ആ ദുരന്തത്തിലാണ് അവരുള്ളത്. അങ്ങ് ഈ തൃണമൂൽ കോൺഗ്രസിൻ്റെ രൂപീകരണവുമായി കേരളത്തിലെ രൂപീകരണവുമായി ബന്ധപ്പെട്ടൊരു യാത്ര കൊൽക്കത്തയ്ക്ക് നടത്തി. രണ്ടാമത് ഇപ്പോൾ വീണ്ടും പോയി വന്നിരിക്കുകയാണ്. ഈ യാത്രക്കിടയിലുണ്ടായ കുറച്ച് സമയമുണ്ടല്ലോ, അതിനിടയ്ക്ക് എന്ത് വളർച്ചയാണ് കേരളത്തിലുണ്ടായത്? തീർച്ചയായിട്ടും നല്ല രീതിയിൽ ഇപ്പോൾ നമുക്കറിയാം, നിലമ്പൂരിൽ മത്സരിച്ചിട്ട് 20,000 വോട്ട് ഞാൻ വാങ്ങിച്ചല്ലോ. കുറച്ച് വോട്ട് അത് പേഴ്സണൽ വോട്ടായിരിക്കാം, എന്നാലും കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും 10 തൊട്ട് 15,000 വരെ വോട്ടുകൾ ഞങ്ങൾ ഈ പറയുന്ന രാഷ്ട്രീയം ഇവിടെ എന്താ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്, ഒരു പൊളിറ്റിക്കൽ നെക്സസ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ജനങ്ങളുടെ അടിസ്ഥാനപരമായ വിഷയങ്ങളിൽ ഭരണ പ്രതിപക്ഷ കക്ഷികളിലെ ചില നേതാക്കന്മാർ തമ്മിലുള്ള ഈ അൺഹെൽത്തി ആയിട്ടുള്ള അല്ലെങ്കിൽ ഇമ്മോറലായിട്ടുള്ള അവരുടെ റിലേഷൻഷിപ്പാണ് ഈ നാട്ടിലെ ജനങ്ങളുടെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയാത്തതെന്ന് പറയുന്നുണ്ട്. ഇപ്പം ഗ്രാമങ്ങളിലെ ജനങ്ങൾ സംസാരിക്കുന്നുണ്ട്. പഞ്ചായത്തിൽ ജയിപ്പിച്ച് വിട്ട മെമ്പറും അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭരണകക്ഷിയും പ്രതിപക്ഷം എന്നാണ്, ഞങ്ങളെ കാര്യം ആരും കേൾക്കാനില്ല എന്ന് സാധാരണക്കാരായ ജനങ്ങൾ കേരളത്തിലെ ഗ്രാമങ്ങളിൽ പോലും ഈ നെക്സസ് എന്താ പറയുക ട്രിവാൻഡ്രത്ത് തൊട്ടിട്ട് ഈ നമ്മൾ ഈ നിൽക്കുന്ന കൽപ്പറ്റയുടെ ഉൾഗ്രാമങ്ങളിലെ പഞ്ചായത്തിൻ്റെ ഗ്രാമവാർഡുകളിൽ വരെ എത്തി നിൽക്കുകയാണ്. അപ്പം ഇനി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മാസങ്ങളും നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരു വർഷമാണ് നിങ്ങൾക്ക് മുമ്പിലുള്ളത്. എങ്ങനെയായിരിക്കും എല്ലാ നിയോജക മണ്ഡലത്തിലും എല്ലാ പഞ്ചായത്തിലും നമ്മൾ എത്തുക? ഞങ്ങളിപ്പോൾ 14 ജില്ലയിലും നമുക്ക് ശക്തമായ കമ്മിറ്റികളായി. ഇപ്പോൾ വയനാട്ടിലൊക്കെ ഇവിടെ 3 നിയോജക മണ്ഡലം കമ്മിറ്റികളായി. കേരളത്തിലെ 90ഓളം നിയോജക മണ്ഡല കമ്മിറ്റികളായി. പല സ്ഥലത്തും പഞ്ചായത്ത് കമ്മിറ്റികൾ രൂപീകരിച്ച് ഇപ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ നീങ്ങുകയാണ്. 2 മാസം കൊണ്ട് തിരഞ്ഞെടുപ്പ് നടക്കണമല്ലോ. ആ ഒരു പ്രക്രിയയുടെ ഭാഗമായിട്ടുള്ള ചർച്ചയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു ഡൽഹിയിൽ പോയിരുന്നത്. അപ്പം എല്ലാ സ്ഥലങ്ങളിലും വളരെ സജീവമായിട്ട് ഞങ്ങൾ ഉയർത്തുന്ന ഈ രാഷ്ട്രീയത്തോട് സഹകരിക്കുന്ന ആ നാട്ടിലെ സാമൂഹിക സാംസ്കാരിക സാമുദായിക സംഘടനകളുമായി സഹകരിച്ചുകൊണ്ട് ഞങ്ങൾ തിരഞ്ഞെടുപ്പിൽ നേരിടാൻ തന്നെയാണ് തീരുമാനം. ഇപ്പം പലരും ചോദിച്ചിട്ടുണ്ടാവും, അങ്ങയോട് ചോദിച്ചതെന്ന് തന്നെയാണ് വീണ്ടും ആവർത്തിക്കുന്നതെന്ന് തോന്നരുത്. അങ്ങയെ സംബന്ധിച്ചിടത്തോളം ഈ MLA സ്ഥാനം അവസാനം ഇപ്പോൾ രാജിവെച്ചത് ഒരു തെറ്റായിപ്പോയി എന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. ഞാൻ അന്ന് ആ രാജിവെച്ചില്ലായിരുന്നെങ്കിൽ അന്നത്തെ ഫോറസ്റ്റ് അമെൻമെൻറ്റ് ബില്ല് ഇവിടെ പാസ്സാവുമായിരുന്നു. എവിടെ ഞാൻ എന്തിനാണ് ജയിലിൽ പോയത്? ഇവിടെ ഈ ഗവൺമെൻറ് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഈ 1.5 കോടി ജനങ്ങളെ ബൈപ്പാസ് ചെയ്ത് പോവുകയാണ്. ഇന്ന് ഫോറസ്റ്റിനുള്ള അധികാരം തന്നെ ദുർവിനിയോഗം നടത്തി അക്രമം നടത്തിയാണ് ഫോറസ്റ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ പോലീസിൻ്റെ അധികാരവും കൂടി ഒരു ലോ ആൻഡ് ഓർഡറിൽ ഡയറക്റ്റായിട്ട് ഇപ്പോൾ ഫോറസ്റ്റിന് ഇടപെടാൻ കഴിയില്ല. ലോ ആൻഡ് ഓർഡറിൽ ഒരു പോലീസിന് എന്ത് നടപടി സ്വീകരിക്കാമോ ആ നടപടി സ്വീകരിക്കാനുള്ള അധികാരമായിരുന്നു പോലീസിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയിൽ ഒരു സ്റ്റേറ്റും ഇല്ല. കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞിട്ടല്ല. ഇവിടെ ഈ പിണറായി ഗവൺമെൻറ് ഈ ഉദ്യോഗസ്ഥന്മാരുടെ താല്പര്യത്തിന് വഴങ്ങിക്കൊടുത്തിട്ട് അത്തരത്തിലുള്ളൊരു നിയമ ഭേദഗതി അത് നടപ്പിലാക്കിയിരുന്നെങ്കിൽ എന്താ സ്ഥിതി? ഒരു സമരം പോലും ഇവിടുത്തെ ജനങ്ങൾക്ക് ഇപ്പോൾ ആ മനുഷ്യനെ വന്ന് ഈ കടുവയും പുലിയും ആനയും ചവിട്ടിക്കൊന്നാൽ നമുക്ക് പ്രതിഷേധിക്കാനുള്ള ഒരു സാഹചര്യങ്ങളിൽ പാവപ്പെട്ട കർഷകർക്കുണ്ട്. അങ്ങനെ പ്രതിഷേധിക്കുന്നവരെ സ്പോട്ടിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ട് കോടതിയിൽ ഹാജരാക്കണ്ട. ഈ പറയുന്ന മജിസ്ട്രേറ്റിൻ്റെ ആ റിമാൻഡ് ചെയ്യാനുള്ള അധികാരം പോലും ആർക്ക് കൊടുക്കണം? DFOക്ക് കൊടുക്കായിരുന്നു. അത്രയും കാഠമായൊരു നിയമം ഇവിടെ കൊണ്ടുവരാനുള്ള പരിശ്രമം നടത്തി അതിൽ ജാഥ നടത്തി ഞങ്ങൾ.
അതെ. പക്ഷേ അങ്ങ് പറഞ്ഞതുപോലെ ഈ 40% വിഷയം അല്ലെങ്കിൽ ഈ പറഞ്ഞ 400 പഞ്ചായത്തുകളെ ബാധിക്കുന്ന ഒരു വിഷയം അങ്ങ് ഏറ്റെടുത്തിട്ടും LDFും UDFും എന്തുകൊണ്ടായിരിക്കും അങ്ങയോട് അങ്ങ് പറയുന്ന ഈ ഇത്തരം കാര്യങ്ങളോടൊരു മുഖം തിരിഞ്ഞ് നിൽക്കുന്നത് എന്തായിരിക്കും? അല്ല, അത് മനസ്സിലാക്കാൻ കഴിയില്ല. കാരണം ഞങ്ങൾ ആ ജാഥ നടത്തി ഞാൻ ജയിലിൽ പോയതിന് ശേഷമാണല്ലോ പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ ഒരു മലയോര ജാഥ നടന്നല്ലോ, ഇതേ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തന്നെ. അപ്പം ചില കാര്യങ്ങളൊക്കെ അവർക്ക് ലേറ്റായിട്ടാണോ ബോധ്യപ്പെടുന്നത് എന്നുള്ളത് അവരാണ് പരിശോധിക്കേണ്ടത്. നമ്മൾ ജീവിതത്തിൽ മനുഷ്യരനുഭവിക്കുന്ന ആ മനുഷ്യരോടൊപ്പം, ഞാനും ഒരു കർഷക കുടുംബത്തിൽ ജനിച്ചതാണ്, അവരോടൊപ്പം ജീവിച്ചിട്ടാണ് നമ്മളൊക്കെ വരുന്നത്. അപ്പം നമ്മുടെ അനുഭവങ്ങളും നമ്മുടെ ബോധ്യങ്ങളും അതിന് വേറെ ആരും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. അനുഭവങ്ങളാണല്ലോ ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ബോധ്യങ്ങൾ. ലക്ഷക്കണക്കിന് ഈ കർഷകർ അനുഭവിക്കുന്ന ഈ പ്രശ്നങ്ങൾ ആകെ ആ ജപ്തിയല്ലേ. ഇപ്പം എന്താ സ്ഥിതി? വയനാട്ടിൽ ലോണില്ലാത്ത, കാർഷിക കടങ്ങളില്ലാത്ത ഒരു മനുഷ്യൻ വയനാട്ടിൽ ബാക്കിയുണ്ടോ? ഒരു ദിവസം എത്രത്തോളം ജപ്തികളുടെ നോട്ടീസാണ് പോകുന്നത്? ആരുണ്ടാക്കി ഈ ഈ മനുഷ്യരെ കടക്കാരാക്കിയത് ആരാ? ഈ ഗവൺമെൻറ്റിന് ഉത്തരവാദിത്തല്ലേ? ഒന്നുകിൽ ഈ ലോൺ എടുത്തവർ മുഴുവൻ ഒന്നുമില്ലെങ്കിൽ വിദ്യാഭ്യാസ ലോണാണ്, അല്ലെങ്കിൽ കാർഷിക ലോണാണ്, അതുമല്ലെങ്കിൽ കുട്ടികളെ പഠിപ്പിക്കാനാണ്. അല്ലെ, ഇതൊക്കെ മനുഷ്യൻ്റെ ഭരണഘടനാപരമായിട്ടുള്ള മനുഷ്യൻ്റെ അവകാശങ്ങൾ നിവർത്തിച്ചു കൊടുക്കേണ്ട ഗവൺമെൻറ് അത് നിവർത്തിച്ചു കൊടുക്കാത്തതിൻ്റെ പേരിൽ നിവൃത്തിയില്ലാതെ എടുത്ത ലോണുകളുടെ പേരിലാണ് ഈ ജനങ്ങൾ മുഴുവൻ ജപ്തിക്ക് ഇരയായിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇത്തരം മാനുഷിക വിഷയങ്ങളെ മുൻഗണന കൊടുക്കുന്നതിന് പകരം ഇവിടെ മനുഷ്യന് കണ്ണിൽ പൊടിയുന്ന വലിയ രീതിയിലുള്ള വികസനങ്ങൾ നടത്തുന്നു എന്ന് വരുത്തി തീർത്തിട്ട് മുന്നോട്ട് പോകുന്ന ഈ സംവിധാനത്തെ അതിശക്തമായിട്ട് എതിർക്കപ്പെടേണ്ട കാലമാണ്. ഇപ്പം ഞാൻ ഉയർത്തിയിരുന്ന ഏറ്റവും വലിയ LDF വിട്ട് ഞാൻ പുറത്തു വരുമ്പോൾ ഉയർത്തിയ വിഷയം പോലീസായിരുന്നു. ഇപ്പം എന്താ ഒരു ആഴ്ചയായിട്ടുള്ള വാർത്തകൾ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുകയല്ലേ. എത്ര ക്രൂരമായ പോലീസ് മർദ്ദനങ്ങൾ! ന്യായമായൊരു വിഷയത്തിന് പരാതി കൊടുക്കാൻ പോയനെ പിടിച്ചിരുത്തി കുനിച്ച് അവൻ്റെ എന്താ പറയുക ഇടിച്ചവനെ സൈഡാക്കി അവൻ്റെ അടുത്ത് നിന്ന് പണം പിടുങ്ങുന്ന പോലീസ്. അതാണ് ഇപ്പോൾ തൃശ്ശൂരിൽ നടന്നത്. ഇന്നിപ്പോൾ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്, മിനിയാന്നും വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്, നാളെ ഇനി എന്തൊക്കെ വാർത്തകൾ വരും നല്ല പുതുതായിട്ട് വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും ക്രിമിനൽ സ്വഭാവമുള്ള പോലീസിനെ ഇവിടെ പോറ്റി വളർത്തിക്കൊണ്ടുവന്നതിന് നേതൃത്വം നൽകിയ അന്നത്തെ ലോ ആൻഡ് ഓർഡർ ADGP അജിത് കുമാറിനെതിരെയാണ് ഞാൻ തുടങ്ങിയത്. മലപ്പുറം SP-ക്കെതിരെയാണ്. ആ പീരീഡിലുണ്ടായ സംഭവങ്ങൾ അത് ഇന്നും നിലയുണ്ടായതല്ല. ഇപ്പം ഈ വന്നുകൊണ്ടിരിക്കുന്നതൊക്കെ ഇദ്ദേഹം ലോ ആൻഡ് ഓർഡറിൽ ഇരിക്കുന്ന ആ പീരീഡിൽ 24 ഉണ്ടായതാണ്. അപ്പം നമ്മൾ പറയുന്ന കാര്യങ്ങൾ എന്താ പറയുക ദൈവമായിട്ട് തന്നെ പുറത്തേക്ക് എടുത്തിട്ടാണ്. നമ്മുടെ സമയത്തിൻ്റെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് ഒരു 2 ചോദ്യം കൂടെ ചോദിച്ച് അവസാനിക്കുകയാണ്. ഇപ്പം അങ്ങ് MLA സ്ഥാനം രാജിവെച്ചു. പിന്നീട് രാഷ്ട്രീയപരമായി LDFും UDFും സ്വീകരിച്ച ഒരു നിലപാടിനെ അങ്ങേക്ക് ചിലപ്പോൾ അത് ശരിയാണെന്ന് തോന്നുന്നുണ്ടാവില്ല. പക്ഷേ LDF പറയുന്നത് ശരിയാണെന്ന് UDFും പറയുന്നു. ചില ജനങ്ങളുടെ ഒരു ഭാഗവും പറയുന്നു PV അൻവറിനോട് സ്വീകരിച്ച നിലപാടാണ് യഥാർത്ഥ രാഷ്ട്രീയ നിലപാടെന്ന്. അങ്ങ് എങ്ങനെയാണ് അത് ഉൾക്കൊള്ളുന്നത്? അല്ല, എനിക്കത് ആ രീതിയിൽ തന്നെ ഒരു വിഷയത്തെ ആളുകൾ വ്യത്യസ്ത തലത്തിലുള്ള ആംഗിളിലാണല്ലോ കാണുക. ഇപ്പോൾ ഞാൻ LDFുമായി എടുത്ത നിലപാട് എന്തായിരുന്നു? ആ LDFിനോടൊപ്പം 8.5 വർഷം നിന്ന് രാപ്പകലില്ലാതെ CPMന് വേണ്ടി അധ്വാനിച്ചിട്ടുള്ള ഒരു അനുഭാവിയായിട്ട് പ്രവർത്തകനായിരുന്നു ഞാൻ. പക്ഷേ CPM എന്ന് പറയുന്ന ആ പാർട്ടിയിലേക്കും ഇടതുപക്ഷത്തിലേക്കും എന്നെ ആകർഷിപ്പിക്കപ്പെട്ട 2 കാര്യങ്ങളാണ്. ഒന്ന്, അതിനൊരു മതേതരത്വ സ്വഭാവമാണ്. 2, അവർക്കുണ്ടായിരുന്ന ഒരു എന്താ പറയുക സോഷ്യലിസ്റ്റ് ആശയങ്ങളാണ്. ആ 2ൽ നിന്നും ആ പാർട്ടിയും ആ ഗവൺമെൻറ്റും വ്യതിചലിക്കുകയും ഇതിന് ഓപ്പോസിറ്റ് പ്രവർത്തിക്കുകയും ചെയ്തപ്പോഴുണ്ടായ തൊഴിലാളി വിഷയങ്ങളാണ്. ആശാസമരം, ആശാവർക്കേഴ്സിൻ്റെ സമരം 100 രൂപ കൂട്ടി തന്നെയാണ് ആ പാവങ്ങൾ സമരം ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തൊഴിലാളി വർഗ സംവിധാനങ്ങളോടും അവരുടെ നിലപാടുകളോടും അവരുടെ ആവശ്യങ്ങളോടും എടുത്ത മുഖം തിരിഞ്ഞ നിലപാട്, പോലീസിലെ ഒരു കാലത്തും നമുക്ക് താങ്ങാൻ കഴിയാത്ത ക്രിമിനൽ വൽക്കരണവും അതിൻ്റെ ഭാഗമായിട്ടുള്ള വർഗീയവൽക്കരണവും ആ പറഞ്ഞത് ശരിയാണെന്ന് ബോധ്യപ്പെടില്ല. പിന്നെ LDF അൻവർ ആ ചെയ്തത് ശരിയായില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ജനങ്ങൾക്ക് ബോധ്യപ്പെടുകയല്ലേ. അപ്പോൾ അത്തരം വിഷയങ്ങളിൽ കർശനമായ നിലപാടുകൾ സ്വീകരിക്കണം എന്നത് തന്നെയായിരുന്നു നമ്മൾ UDFിനോടും പറഞ്ഞിരുന്നത്. അതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ട് ചില വിഷയങ്ങളുമായി എന്തെങ്കിലും തരത്തിൽ ഏതെങ്കിലും മുന്നണിയായിട്ട് ഈ 2 തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി എന്തെങ്കിലും തരത്തിലുള്ള ചർച്ച നടക്കുമോ? അല്ല, നമുക്ക് രാഷ്ട്രീയം നമുക്ക് ഇന്നതാണെന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല. രാഷ്ട്രീയ സമവാക്യങ്ങൾ എപ്പോഴും നമ്മളൊരു മുന്നണിക്കൊപ്പം നിന്ന് പോകുന്നതല്ലേ നല്ലത്. അല്ല, അങ്ങനെ ഇപ്പോൾ നമ്മൾ ആ മുന്നണിക്കൊപ്പം നിൽക്കണമെന്ന് ഞാൻ മാത്രം ആലോചിച്ചിട്ട് കാര്യമില്ലല്ലോ. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആലോചിക്കേണ്ടത്. നമ്മൾ പറയുന്ന ഈ വിഷയങ്ങളിൽ കഴമ്പുണ്ടോ, ആ വിഷയത്തോടൊപ്പം ജനങ്ങളുണ്ടോ, അത് നമ്മൾ പരിഗണിക്കപ്പെടേണ്ട വിഷയമാണോ, അതുകൊണ്ട് UDFിന് ഗുണമുണ്ടോ എന്ന് ആലോചിക്കേണ്ട UDF ആണ്. അൻവർ പറഞ്ഞ കാര്യങ്ങൾ തിരുത്തപ്പെടേണ്ടതാണോ, അത് തിരുത്തിയെങ്കിൽ LDFിന് ഗുണമുണ്ടോ എന്നാലോചിക്കേണ്ട LDF ആണ്.
ഇപ്പോൾ ഈ പ്രതിപക്ഷ നേതാവിന് എന്തെങ്കിലും അയവ് വന്നിട്ടുണ്ടോ നമ്മളോടുള്ള നിലപാടിന്? അല്ല, പ്രതിപക്ഷ നേതാവിന് വ്യക്തിപരമായിട്ട് ഞങ്ങൾ തമ്മിലൊരു അഭിപ്രായ വ്യത്യാസമില്ല. ചില കാഴ്ചപ്പാടുകൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസമാണ്. ആ അഭിപ്രായ വ്യത്യാസങ്ങൾ നാളെ തീരാതിരിക്കാം, ഇനിയും ചർച്ചയാവാം. പൊളിറ്റിക്സിൽ ചർച്ച അവസാനിക്കുന്നില്ലല്ലോ. ഓക്കെ, നമ്മൾ സമയം അവസാനിക്കുകയാണ്. അവസാനത്തെ ചോദ്യം വ്യക്തിപരമായ ഒരു ചോദ്യമാണ്. പി.വി. അൻവറിന് എപ്പോഴെങ്കിലും ഈ ആഫ്രിക്കൻ യാത്ര ജീവിതത്തിൽ ഒരു പരാജയമായി പോയി, അല്ലെങ്കിൽ ഈ ഇങ്ങനെ ഒരു വഴിത്തിരിവിന് ഒക്കെ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം ആഫ്രിക്കൻ യാത്രയാണെന്ന് തോന്നിയിട്ടുണ്ടോ? ഒരിക്കലുമില്ല. ആഫ്രിക്കൻ യാത്ര എനിക്ക് വിജയമായിട്ട് തന്നെ തോന്നി. ഇപ്പം എൻ്റെ മകനവിടെ ഉണ്ടല്ലോ. അതൊരു ജീവിതം. നമ്മൾ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ കൊടുത്ത് ശീലിച്ചവരാ പാരമ്പര്യമായിട്ട്. ഞാൻ ഇന്ന് വരെ ഒരു ബ്രിട്ടാനിയ ബിസ്ക്കറ്റ് വാങ്ങാനുള്ള കാശ് സർക്കാരിൽ നിന്ന് എൻ്റെ സാലറി ഓഫീസിൽ വരും, അതവിടെ ഡിസ്പേഴ്സ് ചെയ്ത് പോകുമെന്നല്ലാതെ ഈ നിമിഷം വരെ ഒരു പാരാസെറ്റാമോൾ ഞാൻ വാങ്ങിച്ചിട്ടില്ല, എൻ്റെ കുടുംബം വാങ്ങിച്ചിട്ടില്ല, ഒരു രൂപ നമ്മൾ ശമ്പളം വാങ്ങിച്ചിട്ടില്ല, ഒരു ബ്രിട്ടാനിയ ബിസ്ക്കറ്റ് ഈ 8 കൊല്ലത്തെ MLA-ഷിപ്പിൽ നമ്മൾ എടുത്തിട്ടില്ല. അപ്പം സ്വാഭാവികമായിട്ടും നമ്മൾ കച്ചവടം ചെയ്തെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റും. നേരം വെളുത്താൽ നമ്മൾ ഗ്രാമപ്രദേശങ്ങളിലാണ്, പാവപ്പെട്ട 100,000 ആവശ്യങ്ങളുമായിട്ട് വരും. ഒരു 5,000 പ്രതീക്ഷിച്ച് വരുന്നുണ്ട്, 500 രൂപയും കൊടുക്കണ്ടേ? അപ്പോൾ നമ്മൾ കച്ചവടം ചെയ്തേ പറ്റൂ. ഈ നാട്ടിലൊരു കച്ചവടം ചെയ്യാൻ ആരും എന്നെ സമ്മതിക്കില്ല, ഞങ്ങൾക്ക് അറിയാലോ. അതുകൊണ്ട് ആഫ്രിക്കയിൽ പോയി ദൈവാനുഗ്രഹിച്ച് കുഴപ്പമില്ലാത്ത കാര്യങ്ങൾ പോകുന്നുണ്ട്. നമ്മൾ ഈ കാണുന്ന പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? അല്ല, പ്രേക്ഷകരോട് എനിക്ക് വയനാട്ടിലെ പ്രേക്ഷകരോട് പ്രത്യേകം പറയാനുള്ളത്, അടിമത്ത രാഷ്ട്രീയം നമ്മുടെ ഒരു ചിന്തയെ ബാധിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കേരളം കടന്നു പോയിട്ടുള്ളത്. വയനാട്ടിലെ ഓരോ മനുഷ്യരും വരാനിരിക്കുന്ന ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുപ്പായാലും നിയമസഭാ തിരഞ്ഞെടുപ്പായാലും അവർ വളരെ വ്യക്തമായി ആലോചിക്കേണ്ട ഒരു തിരഞ്ഞെടുപ്പാണ്. അവരെ രക്ഷിക്കാൻ വേറെ ആരും വരില്ല. കാലാകാലമായിട്ട് ഞാൻ കോൺഗ്രസ്സാണ്, ഞാൻ ലീഗാണ്, ഞാൻ കമ്മ്യൂണിസ്റ്റാണ്, എൻ്റെ അച്ഛനും അപ്പാപ്പനും അതായിരുന്നു എന്ന ധാരണയിൽ വോട്ട് ചെയ്ത് ആ കക്ഷികളെ വിജയിപ്പിച്ച് പോകുന്നതിനോടൊപ്പം ഇന്നത്തെ രാഷ്ട്രീയ നേതൃത്വം ഈ നാടിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ടോ? എന്ത് മനുഷ്യൻ്റെ അനുഭവത്തിൽ നിന്ന് ആരും തിരുത്തു? ഒരു തിരുത്തൽ വയനാട്ടിൽ ആവശ്യമാണ്, രാഷ്ട്രീയമായ തിരുത്തൽ. ആ തിരുത്തലിന് ഇവരുടെ കയ്യിൽ, ആകെ മനുഷ്യൻ്റെ കയ്യിലുള്ളത് ഒരു വോട്ടാണ്. ഈ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലെങ്കിലും ഈ നാടിന് അവർക്ക് വേണ്ടി, അവരുടെ മക്കൾക്ക് വേണ്ടി, വരാനിരിക്കുന്ന വയനാടിൻ്റെ തലമുറയ്ക്ക് വേണ്ടി ഇന്നുള്ള രാഷ്ട്രീയ നേതൃത്വത്തെ, ഇടതാവട്ടെ വലതാവട്ടെ, ഒന്ന് ചിന്തിപ്പിക്കാൻ കഴിയുന്ന വിധമുള്ള രാഷ്ട്രീയ മാറ്റത്തിനൊരു വോട്ട് ചെയ്താൽ വയനാട് നന്നാകും. തീർച്ചയായും നമ്മുടെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ വരികയാണ്. അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ, സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്ക് ആകെയുള്ള ഒരു അധികാരവും ആയുധവും എന്ന് പറയുന്നത് വോട്ടാണ്. അത് പരമാവധി എല്ലാവരും വിവേചനാധികാരത്തോടു കൂടി പ്രയോജനപ്പെടുത്തുക. പ്രത്യേകിച്ച് വന്യമൃഗശല്യം ഉൾപ്പെടെ, കാർഷിക വിഷയങ്ങൾ ഉൾപ്പെടെ അങ്ങുന്നയിക്കുന്ന വിഷയങ്ങൾ, അങ്ങ് നടത്തുന്ന പോരാട്ടങ്ങൾ, അതിനൊക്കെ എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്യുന്നു. അതുപോലെ തന്നെ എല്ലാവിധ വിജയാശംസകളും നേരുകയാണ്. രാഷ്ട്രീയ ജീവിതത്തിൽ ഇനിയും ഉയരങ്ങൾ കീഴടക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. വയനാട് വിഷൻ്റെ എല്ലാ പ്രേക്ഷകർക്ക് വേണ്ടിയും വൈകിയാണെങ്കിൽ ഒരു ഓണാശംസ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.